അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വയനാട് തേയിലത്തോട്ടങ്ങൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്, അത് കാണാനും അതുപോലെ തന്നെ ഇവിടെ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ടീ മ്യൂസിയം ഉണ്ട്, ടീ മ്യൂസിയം. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ടീ മ്യൂസിയത്തിലെ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗിൽ കൂടെ കാണാൻ. നമ്മുടെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. വൈകുന്നേരം ഒരു ടൈമാണ്. ഇത് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഇവിടെ ഇട്ട് എവിടെയെങ്കിലും കൊടുത്തേക്കാം. എനിക്ക് കറക്റ്റ് അറിയില്ല, അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞേക്കാം. അപ്പോൾ ഇവിടെ മെയിൻലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചായയുടെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഇതിപ്പോൾ പാകിസ്ഥാൻ, ഇന്ത്യൻ, അതുപോലെ തന്നെ കുറച്ച് ടീൻ്റെ ഫോക്കസ് ആയില്ലല്ലോ. ഓക്കെ, പാകിസ്ഥാൻ, ഇന്ത്യ, കെന്യ, ജപ്പാൻ, അങ്ങനെ ടീൻ്റെ, പിന്നെ ചൈന, അങ്ങനെ പിന്നെ ഇത് അതുപോലെ തന്നെ ബ്ലാക്ക് ടീ വേഴ്സസ് കോഫി, വിച്ച് വൺ ഈസ് ഹെൽത്തിയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇവിടെ വേറെ ടൈം ഫോർ ടീ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതി വച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പണ്ട് കാലത്ത് തേയിലയൊക്കെ പൊടിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാം. മാത്രമല്ല ഇങ്ങനത്തെ സംഭവങ്ങളും കാണാം, അതുപോലെ തന്നെ ഒരുപാട് ടീനെ പറ്റി. ഇപ്പോൾ നമ്മളിവിടെ കണ്ട ടീൻ്റെ ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ പുറത്ത് ഇവിടെ ആയിട്ട് നമുക്ക് ടീൻ്റെ ഹിസ്റ്ററി അതുപോലെ തന്നെ ഉള്ളിലും ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തന്നായിരുന്നു. അതിൽ തന്നെ പിന്നെ നമ്മുടെ ബ്ലാക്ക് ടീയും അതുപോലെ തന്നെ കോഫീനെ പറ്റിയുള്ള അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇനി അപ്പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വേറെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ടീനെ പറ്റിയുള്ള പകുതിയോളം കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വിസിറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ചിലവരുണ്ട് ഈ ടീനോട് അഡിക്ട്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്, ഭയങ്കര ടീ ക്രേസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്കാണ് കൂടുതലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹിസ്റ്ററിയോടെ ഒരു സംഭവമായിട്ട് ഇത് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടീ ടൗൺ വയനാട് കണ്ടോ, ടീ ടൗൺ വയനാട്, അതുപോലെ തന്നെ ടീ ടൗൺ മൂന്നാർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ഒരു മേളിൽ ഇതിൻ്റെ മുകളിലായിട്ടും ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കിനി അടുത്തായിട്ട് കാണാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊരു സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അത് നോക്കാം. ഇത് നമ്മുടെ മാനുവൽ കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എന്തൊക്കെ എഴുതിയൊക്കെ വച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഇങ്ങനെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. പിന്നെ നമ്മുടെ ഹാൻഡ് പ്ലക്കിങ്, ഇത് കിട്ടുന്നില്ലല്ലോ. ഓക്കെ, ഹാൻഡ് പ്ലക്കിങ്ങിൻ്റെ സംഭവം ഇവിടെ വരുന്നുണ്ട്. അഡ്വാൻസ്മെൻറ്റ് ഇൻ ടീ ലീഫ് ഹാർവെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സംഭവമൊക്കെ ഉണ്ട്. ഹാൻഡ് പ്ലക്കിങ്, അതിൻ്റെ 2 പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. ഷീർ ഹാർവെസ്റ്റിങ്ങിൻ്റെ 2 പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ മെക്കാനിക്കൽ ഹാർവെസ്റ്റിങ്ങിൻ്റെ 2 പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോളജ് ഇവിടെ നിന്ന് ഒരുപാട് കിട്ടും. മ്യൂസിയത്തിനോണ്ട് നമുക്ക് അതാണ് യൂസ്. കാരണം നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ തന്നെ അതിനും ബെറ്റർ അല്ലേ അതിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ കണ്ടു പഠിക്കാം. നമുക്കെന്നും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത്. കാരണം നമ്മളൊരു സിനിമ കാണുവാണ്, ആ സിനിമയുടെ അതേ സ്റ്റോറി തന്നെ നമുക്ക് ബുക്കിലുണ്ട്. ഏതായിരിക്കും ഇൻട്രസ്റ്റിംഗ്? സോ സിമ്പിൾ, അത് തന്നെയാണ് സംഭവം. ഇനി ഇത് കഴിഞ്ഞിട്ട് മേളിൽ വേറൊരു നിലയോടെ ഉണ്ട്. ഇനി നമുക്ക് ആ നിലയിലെ കാഴ്ചകൾ ഇവിടുത്തെ കുറച്ചുകൂടെ കാണാനുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം.
കേസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വെട്ടമില്ല. ഇങ്ങോട്ട് നോക്കുമ്പോൾ വെട്ടമുണ്ട്. ഇത് മേളിലേക്കുള്ള സ്റ്റെയർ കേസാണ്. ഇത് നമുക്ക് കയറണം. അതുകൊണ്ട് തന്നെ വെട്ടമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ISO കൂട്ടിക്കഴിഞ്ഞാൽ ഒരു നോയ്സി സാധനം വരും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഒരു ക്വാളിറ്റി പോവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി മേളിലെത്തിയിട്ട് കാണാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ടീയുടെ ഒരു ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചായയൊക്കെ കുടിക്കാം. അതിൻ്റെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ടീസ് ആർ അവൈലബിൾ. വൈറ്റ് ടീ, ഗ്രീൻ ടീ, ഐസ് ടീ, ബട്ടർ ടീ, സ്പെഷ്യൽ ടീ, ഹണി, ലെമൺ, ചോക്ലേറ്റ് ടീ, അങ്ങനെ ഒരുപാട് ടീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു തടി കഷ്ണത്തിലാണ് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ജനാല വഴി നല്ല അടിപൊളി പുറത്തുനിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ടീ ഒക്കെ കുടിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റ്നിങ് പൊളിച്ചിട്ടോ. ലൈറ്റ്നിങ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്, അതാണോ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ. ലൈറ്റ്നിങ് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടുത്തെ വൈബ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. വൈബും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവരുടെ തന്നെ ടീ ഉണ്ടാക്കി കുടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഞാനിപ്പോൾ കാണിച്ചെന്ന ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. വൈറ്റ് ടീ അങ്ങനെ ഓരോ ടീൻ്റെ ഓരോ ഇതായിട്ട് വച്ചിരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. എനിക്ക് ഇവിടുത്തെ വൈബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റിങ് തന്നെ അടിപൊളിയാണ്. ഇവിടുത്തെ ലൈറ്റിനിങ് പൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ നമ്മുടെ ഒരു വുഡ് വെച്ചിട്ടാണ് എല്ലാം ഒരു ചെയ്തിരിക്കുന്നത്. അവർ നമുക്ക് ഇരിക്കാനുള്ള സീറ്റായാലും ശരി അതൊക്കെ ഒരു വുഡ് വെച്ചേക്കാണ്. അത് ഓക്കെ. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവരുടെ ചായയുടെ കഴിക്കണം. ഇവരുടെ സ്വന്തം തേയിലപ്പൊടിയാണ്. അപ്പോൾ അത് നമ്മൾ കുടിച്ചു കഴിഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ടീ മ്യൂസിയത്തിലെ കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മളൊരു തേയിലപ്പൊടികളെ വാങ്ങിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ അത് വേറൊരു വൈബ് തന്നെയാണ്, വേറെ ലെവല് തന്നെയാണ്. കാരണം ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്ന ഒരു വാക്കും അത് തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, കാരണം അത്ര ഒരു രസമാണ്. അത് ശരിക്കും ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. അത് 2 നില മ്യൂസിയത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ, മേളിലത്തെ നിലയിൽ നമ്മുടെ ആ ഒരു അവരുടെ ചായയും കാര്യങ്ങളൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതായിരിക്കും. നല്ലൊരു അടിപൊളി വ്യൂവും കണ്ടായിരിക്കും നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എന്തായാലും ഒരു ടീ കുടിക്കുക. അത് ഞങ്ങൾ അവിടുത്തെ തേയിലപ്പൊടി വാങ്ങിച്ച് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരുപാട് സപ്പോർട്ടേറ്റീവ് ആയിരുന്നു അവിടുത്തെ ആളുകൾ. താങ്ക്സ്. അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ വേറൊരു വൈബാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ആ വൈബ് കണ്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ അവിടെ വെട്ടം കുറവാണ് എന്ന് വെച്ചാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ക്യാമറയുടെ കാര്യം പറയുമ്പോൾ ക്യാമറയിൽ അങ്ങനെ കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പോൾ പിന്നെ ഞാൻ ഈ ISO എന്ന് പറഞ്ഞ സാധനം ഒന്ന് കൂട്ടും. അത് കൂട്ടി വെക്കുമ്പോൾ അതിനകത്ത് ആ ഗ്രെയിൻ, ആ നോയ്സി സാധനം വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ അവിടെ ഞാൻ എന്താണ് കണ്ടത് അതല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടത്. എനിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു വെട്ടത്തിൽ. പക്ഷേ ആ ഒരു ഡാർക്ക് ആ ഒരു വൈബ് ആയതുകൊണ്ട് തന്നെ ക്യാമറയിൽ ഗ്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ശരിക്കുള്ളൊരു ഇതല്ല കിട്ടുന്നത്. എന്നിട്ട് ഞാൻ ഒരുപാട് സീൻസ് തന്നെ ഭയങ്കര ഡാർക്കായിരുന്നു. ആ ചായയുടെയൊക്കെ ആ ഒരു സീനൊക്കെ എന്തോരം ഡാർക്കായിരുന്നു എന്ന് പറയാം. അതൊക്കെ ഞാൻ കളർ ഗ്രേഡ് ചെയ്ത് കൂട്ടിയതാണ്. അതിൻ്റെ ചെറിയൊരു ഇതുണ്ടാവും, ഒരു ബോറിങ് ഉണ്ടാവും. പക്ഷെ കാണിക്കേണ്ടതാണല്ലോ ഏറ്റവും വലിയ മെയിൻ. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയില്ല. ഓക്കെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനത്തെ സീൻസ് കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നുമില്ല വീഡിയോ എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ആ ഈ വീഡിയോയും ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് തരാം. ബൈ.